ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ராவண பிரபுவோட சீன் 2 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். இதுக்கு முன்னாடி வந்து சீன் 1 வந்து ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்கள். நம்ம ஃபர்ஸ்ட் எடுத்தோடனே நம்ம லாலேட்டன் வந்து நம்ம ஜெகதீசன் சார் வந்து ஒரு ஃபைனான்ஸ் பிரச்சனையில் வந்து மாட்டியிருப்பார். அதை வந்து காப்பாற்றி மாஸ் வந்து காட்டியிருப்பார். சவ்வாரி கிரிகிரி அப்படின்னு சொல்லியிருப்பார். ரொம்பவே அந்த வேர்டு வந்து பிடிக்கும். அதுக்கு என்ன அர்த்தம்னு சொல்லி கூட நான் கேட்டிருந்தேன். அதுக்கு வந்து இது வரைக்கும் வந்து பார்த்தீங்கன்னா, யாருமே ஒண்ணும் சொல்லல. அது வந்து ஒரு ஒரு தக்லைஃப்‌கோசரம் சொல்றதா? இல்ல அதுக்கு உண்டான ஒரு அர்த்தமா என்னன்னு எனக்கு தெரியல. உங்களுக்கு தெரிஞ்சா கீழ வந்து கமெண்ட் பாக்ஸ்ல கமெண்ட் பண்ணுங்க. இப்ப சீன் 2ல என்ன இருக்குன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு, அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல சப்ஸ்கிரைப் பண்ணலாம். தயவு செய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். ശേഖരമാമ റെഡിയായോ? എന്താടോ നിന്റെ അമ്മാവനിന്ന് രാവിലെ തുടങ്ങിയ പരവേശമാണല്ലോ. ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും. എന്താ അനന്തരവനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത്? 10-35 കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച മുള്ള് അതെടുക്കാനൊരു ചെറിയ സൂചി കിട്ടി. അതിന്റെ സന്തോഷമായി കണ്ടതൊക്കെ. ഹോസ്പിറ്റലിലേക്ക് പോയോ? കഴിക്കുന്നില്ലേ? ஐயோ! ஐயோ! പിന്നീട് 8-9 കൊല്ലം ശേഖരനകത്ത. അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല. പിന്നെയോ വാപ്പച്ചി ഫോൺ കിട്ടണില്ല. സുഹൃത്തുക്കൾ വാ, നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം. കുറെ നേരെ തുടങ്ങിയേക്കണ് ടെലിഫോൺ മക്കളി. ബാബുജി, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട കേട്ടോ. ഓ സോറി. ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ തോക്കെടുത്തതാ. എന്റെ വാവ. അച്ഛാ അച്ഛാ വേണ്ടച്ചാ. അങ്ങോട്ടിരിക്കണം ശേഖരൻ. സമയമുണ്ട് തമ്പ്യാരെ. ധൃതിയില്ല, പതുക്കെ
പതുക്കെ മതി. ഞാൻ അതിന്റെ ഒരു നിയമവശമാണ് പറഞ്ഞത്. ബാങ്കിന്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പൊ ശേഖരനാണ്. ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡന്റ്ഷിപ്പ് അങ്ങ് ഏറ്റെടുക്കാം. ഇനി വൈകില്ല നമ്പ്യാർ സാർ, സമയമായി എന്ന് ഞങ്ങൾക്കും അറിയാം. ഇത് മാനേജർ രാധാകൃഷ്ണൻ. പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിന്റെ ഭരണം ഇത്ര വലിയ വില കൊടുത്ത്, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത്? താൻ എനിക്ക് അന്യനല്ല. തന്റെ മോൾ എന്റെ മകന്റെ ഭാര്യ ഒന്നോടെ നമ്മൾ ബന്ധുക്കളുമായി. ബാങ്കിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. തന്റെ ചെവിയിൽ അതൊന്നും കേറിയില്ല. അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കുന്നത് കണ്ടില്ലേ? ഒന്ന് വെച്ചുപിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല ഞാൻ. എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല. പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. തന്റെ മകന്റെ കാര്യം പറ. ട്രാൻസ്ഫർ ഓർഡറായി. പാലക്കാട് SP. ഓ, അറിഞ്ഞോ? കൂടി വന്ന 2-3 നാൾ അതിനുള്ളിൽ ചാർജ് എടുക്കും. എക്സാക്ട്ലി. വെച്ച് താമസിക്കണ്ട. ഇനി വൈകാതെ നമുക്ക് നടത്താം. എന്താ? സന്തോഷം. അവന്റെ ജാതകത്തിലെ ആ കുഴപ്പകാലം ഇപ്പൊ തീരാ. ഒരു കാര്യത്തിലെ ശേഖരമാമയ്ക്ക് നിർബന്ധമുള്ളൂ. അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടയ്ക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി. നാളെ ഇവന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അവളോട് കെട്ടും പട്ടിയായിട്ട് പോകാൻ തുടങ്ങിയാല് പിന്നെ അത് നശിക്കും. അവൾ അത്ര കാര്യമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഡോക്ടർ ജാനകി എന്ന് കേൾക്കുമ്പോ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാരും അറ്റൻഷനാ. തന്റെ അല്ലേ സൃഷ്ടി? Janaki here? Asundra Das. Yeah, tell me. Oh, thank you. No. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തെടുത്തൊന്നും എത്തിയിട്ടില്ല. വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു. യാ, വെരി കൺവെൻഷണൽ, ദാറ്റ്സ് ഓൾ. ഞാൻ പുള്ളിയെ ഒരു തവണ കണ്ടിട്ടുണ്ട്. യാ, അല്ല നോണയല്ല, ഇറ്റ് വാസ് ലോങ് ബാക്ക്, യു നോ. അറിയിക്കാവടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യാ, ഓക്കെ ദെൻ, ബൈ. യെസ്, പറയൂ. ഡോക്ടർ സുഹറ ഹൈഡോസ്? ഹൈഡോസ് അല്ല, ഹൈദ്രോസ്. നിന്റെ തന്തയോട് ചോദിച്ചാൽ മതി, മൂപ്പർക്ക് തെറ്റില്ല എന്റെ വാപ്പച്ചിയുടെ പേര്. നടക്ക്. എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. ECGയിൽ ഒരു സ്ലൈറ്റ് വേരിയേഷൻ. ഓ, അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കൈയും ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റൽ വേണോ അല്ലേ? നീ നടക്ക്. പിന്നെ എന്റെ പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പ്യാരുടെ മോളാവല്ലേ? ഹൂസ് ദാറ്റ്? അമ്മേ, അമ്മ ജാനകി. മനസ്സിലായി, കുട്ടിയായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്? ബാച്ച്മേറ്റ്സ്. ഡോക്ടർ, ഐ തിങ്ക് വിൽ ഡിസ്കസ് അബൌട്ട് ദി മാറ്റർ ലേറ്റർ. ഓക്കേ? ഷുവർ. വാരമാൻ ഒരു കൂട്ടർ പറയാ അവിടെ കാണിക്കാൻ, വേറെ ഇല്ല സർ. കൂട്ടർ പറയും ഇവിടെ കാണിക്കാൻ. എന്താ പറയണേ? ഇവിടെ കിടക്കണോ? ഇല്ല, ഒരു ചെക്കപ്പ്. പരിശോധിക്കുന്നതിന്റെ ദക്ഷിണയാവും. അവിടെ പൈസ അടയ്ക്കാൻ പറഞ്ഞു. അടച്ചിട്ട് അതിന്റെ ഷീട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ. എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി മേഡം. ഓ, സുഹറ, കം ലെറ്റ്സ് ഗോ. വരൂ അമ്മേ, വരൂ. അതിപ്പോ ലാഭായല്ലോ. ഇത് ശേഖരന്റെ തന്നെയല്ലേ നിർമ്മാണം? BP ഒന്ന് ചെക്ക് ചെയ്യാം. Then we'll go for an ECG and a scan if necessary. എന്താ ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യില് കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ?
ഇത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ എന്റെ രണ്ട് വിരലില്ല. നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടേക്കാ ഒന്നുകൊണ്ടിട്ട് കൊണ്ടുപോണേ? ഇവിടെ ചികിത്സയല്ലേ ഇവൾക്ക്? നീ മിണ്ടരുത്. അങ്ങനെ കന്നിക്കണ്ട ഇരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരൻ ഈ ആസ്പത്രി. നമുക്ക് ഇവിടുന്ന് ഇരിക്കൂ, ഇരിക്കുക. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്കി. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. നമുക്ക് വീട്ടിൽ പുറത്തേക്ക് ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം, വരാം. யாருக்கிட்ட? കഴുത്തിന് പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോര ഓട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത? അനായാസേന മരണം വിനാദൈനേന ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയീ ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപതേ. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴിമാറടാം ഉണ്ടക്കൽ ശേഖരം.